BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളിലെ ഏറെക്കാലമായി കാത്തിരുന്ന ലൈറ്റ് മെട്രോ പദ്ധതികൾക്ക് പുതുജീവൻ നൽകി സംസ്ഥാന സർക്കാർ. ബജറ്റ് അവതരണത്തിനിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ രണ്ട് നഗരങ്ങളെയും മുൻപന്തിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപയാണ് സർക്കാർ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. മുൻ സർക്കാരുകൾ പ്രഖ്യാപിച്ചിട്ടും നടപ്പിലാക്കാൻ കഴിയാതിരുന്ന പദ്ധതിയാണിത്. ഇത്തവണ കർശനമായ നടപടികളിലൂടെ പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ നൽകുന്ന ഉറപ്പ്. കോഴിക്കോട് മെട്രോ പദ്ധതിയുടെ കാര്യത്തിൽ സാങ്കേതിക പഠനങ്ങളും നടപടികളും വേഗത്തിലാക്കാൻ സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. തിരുവനന്തപുരം മെട്രോയുടെ DPR ഉടൻ സർക്കാരിന് മുന്നിലെത്തും. തുടർന്ന് മന്ത്രിസഭയുടെ പരിശോധനയ്ക്ക് ശേഷം അന്തിമ അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനാണ് നീക്കം. പദ്ധതിക്ക് അന്തിമ അംഗീകാരം ലഭിച്ചാൽ 6 മാസത്തിനുള്ളിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. നഗരങ്ങളിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി എലിവേറ്റഡ് പാതയിലാണ് മെട്രോ വിഭാവനം ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് മീഞ്ചന്ത മുതൽ മെഡിക്കൽ കോളേജ് വരെയാണ് നിലവിൽ ലൈറ്റ് മെട്രോ നിർദ്ദേശിക്കപ്പെട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതോടെ നഗരത്തിലെ യാത്രാ പ്രശ്നങ്ങൾക്ക് വലിയൊരു ആശ്വാസം ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതോടൊപ്പം കോഴിക്കോട് നഗരത്തിൽ പുതിയൊരു യൂണിഫൈഡ് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി സ്ഥാപിക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. പദ്ധതി വരുന്നതോടെ കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പദ്ധതിയുടെ കൂടുതൽ സാങ്കേതിക വിവരങ്ങളും സമയക്രമവും പുറത്തുവരും. അതേസമയം 15 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കോഴിക്കോട് നഗരത്തിന്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമാവാൻ ലൈറ്റ് മെട്രോ പദ്ധതിക്ക് വഴി തെളിയുന്നത്. ഏറെക്കാലമായി ഒന്നുമാകാതെ കിടന്ന കോഴിക്കോടിന്റെ സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് K. ജയന്ത MLA പറഞ്ഞു. വെസ്റ്റ് ഹിൽ, നടക്കാവ്, മീഞ്ചന്ത, ചെറുവണ്ണൂർ, രാമനാട്ടുകര 19 കിലോമീറ്ററും ബീച്ച്, തൊണ്ടയാട്, മെഡിക്കൽ കോളേജ് 8.1 കിലോമീറ്ററുമായി 2 റൂട്ടുകളാണ് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ നിർദ്ദേശിച്ചത്. സാധ്യതാ പഠനത്തിന് ശേഷമാണ് റൂട്ടിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമാവുക. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.